ശബരിമല കൊടിമര സ്വർണ്ണക്കൊള്ളയിൽ മലക്കം മറിയുകയാണ് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ഫീനിക്സ് ഗ്രൂപ്പിൽ നിന്ന് ഒഴികെ ഒരാളിൽ നിന്നും സ്വർണം സ്വീകരിച്ചിട്ടില്ലെന്നായിരുന്നു ഇന്നലെ അജയ് തറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇന്ന് സുരേഷ് ഗോപി അടക്കമുള്ള ഭക്തർ സ്വർണം നൽകിയതായി അജയ് തറയിൽ റിപ്പോർട്ടറിനോട് സ്ഥിരീകരിച്ചു. കൊടിമരം പണിയാൻ ഒരു തരി സ്വർണം ഒരാളെന്ന് വാങ്ങിയിട്ടുമില്ല, അതൊട്ട് അവിടെ ഉപയോഗിച്ചിട്ടുമില്ല. ശബരിമലയിൽ ധാരാളം ആളുകൾ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് റെസീറ്റ് കൊടുത്ത് ധാരാളം സ്വർണ്ണങ്ങൾ, കിരീടം, മാല, അതൊക്കെ ശബരിമലയിൽ കൊടുക്കുന്നുണ്ട്. കൊടിമരം പണിയാൻ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ അല്ലാതെ ഒരാളിൽ നിന്നും ഒരു തരി സ്വർണവും വാങ്ങിയിട്ടില്ല, ഒരാൾ നൽകിയിട്ടില്ല. കൊടിമരം പണിയാൻ നൽകിയിട്ടില്ല. 5/6/2017 80.491 ഗ്രാം, 10/6/2017 245 ഗ്രാം, 11/6/2017 5 ഗ്രാം, 15/6/2017 പിന്നെ ഒരു 5 ഗ്രാം, 16/6/2017 25 ഗ്രാം, 19/6/2017 50 ഗ്രാം, അങ്ങനെ 412 ഗ്രാമാണ് വിവിധ ഭക്തന്മാർ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ നൽകിയത്. TV പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, എന്തുകൊണ്ടായിരിക്കും അജയ് തറയിൽ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഇന്നേക്ക് നിലപാട് മാറ്റിയത്? ഫീനിക്സ് ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ് പണം വാങ്ങിയതെന്നാണല്ലോ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോഴിതാ നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് സ്വർണം വാങ്ങിയെന്ന് ഈ ഘട്ടത്തിൽ അദ്ദേഹം സമ്മതിക്കുകയാണ്. വിനിത, കൊടിമര നിർമ്മാണത്തിൽ അടിമുടി ദുരൂഹതയാണ്. ഇതിലിപ്പോൾ അജയ് തറയിലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇതിലിപ്പോൾ കൊടിമരത്തിൻ്റെ ഭാഗമായാണ് അതിൻ്റെ വാജിവാഹനവും അതോടൊപ്പം തന്നെ അഷ്ടദിക്പാലകരും ഉള്ളത്. കൊടിമരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് വാജിവാഹനം, ഏറ്റവും താഴെയാണ് അഷ്ടദിക്പാലകർ. ഈ വാജിവാഹനത്തിനും അഷ്ടദിക്പാലകർക്കുമായി ധാരാളം സ്വർണം കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊടിമരത്തിൻ്റെ ഭാഗം തന്നെയാണ് വാജിവാഹനവും അതുപോലെ തന്നെ അഷ്ടദിക്പാലകരും. അതേ കൊടിമരം മാറ്റുന്ന സമയത്ത് തന്നെയാണ് വാജിവാഹനവും അതുപോലെ തന്നെ അഷ്ടദിക്പാലകരെയും മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഫിനിക്സ് ഗ്രൂപ്പ് 3.2 കോടി രൂപ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത കൊടിമരം നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെ അതിന്റെ വാജിവാഹനവും അതോടൊപ്പം തന്നെ അഷ്ടദിക്പാലകരെയും മാറ്റുന്നതിന് വേണ്ടി വ്യാപകമായ പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലാണ് സുരേഷ് ഗോപിയുടെ പേര് മാത്രം പറയുകയും ബാക്കിയുള്ളവരുടെ പേര് പറയാതിരിക്കുകയും ചെയ്ത് 412 ഗ്രാമിന്റെ കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും എത്ര ഗ്രാം വീതമാണ് കൊടുത്തത് എന്ന് പോലും അഡ്വക്കേറ്റ് കമ്മീഷനായ ASP കുറിപ്പിന്റെ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ അജയ് തറയിൽ പറഞ്ഞതിൽ വസ്തുതയുടെ പ്രശ്നമുണ്ട്. ഫീനിക്സ് ഗ്രൂപ്പിന്റെ സ്വർണം മാത്രമല്ല കൊടിമര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, വാജിവാഹനവും അഷ്ടദിക്പാലകരും ഉൾപ്പെടെയുള്ള ആ കൊടിമരത്തിന് വേണ്ടി പലരിൽ നിന്നും പണവും സ്വർണവുമായും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വിനീത, ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.